പ്രിയമുള്ളവരെ, കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ ഇന്ന് സംഭവിച്ച അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമാണ്. കാലങ്ങളായിട്ട് ജനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് 6 കിലോമീറ്റർ ദൂരെയായിട്ട് വാട്ടർ അതോറിറ്റിയുടെ എയർ ഒഴിവാക്കി കളയാനുള്ള സംവിധാനം എടുക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ് ഇതെന്ന് അറിയാൻ സാധിച്ചത്. ഏകദേശം 60 മീറ്ററോളം റോഡ് നാശമായിട്ടുണ്ട്. ഇതൊരു ചെറിയ ഗുഹയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇനി വലിയ ഒരു ഗുഹ നേരെ താഴുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ കൽപ്പഞ്ചേരി അങ്ങാടി ഏകദേശം ആ സമയത്തോടെ സാക്ഷ്യം വഹിച്ച ഒരാളാണ്. എന്താണ് സംഭവിച്ചത് ഒന്ന് പറഞ്ഞേ. സംഭവിച്ചത് ഒരു 11-12 ഉള്ളില് ഓട്ടോമാറ്റിക് വെള്ളമാണ് പൊന്തി. അത് നല്ല പോയിച്ചില് എങ്ങനെ പൊന്തി എന്നുള്ള ആർക്കും ആ ഗൗരവത്തിലാ പൊന്തി. ഒരു മണിക്കൂറോളം വെള്ളം പുറത്തേക്ക് പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പൊട്ടി കുറച്ച് കഴിഞ്ഞാൽ ലേശം അപ്പുറം പൊട്ടി. അതും ഗൗരവമുള്ള പൊട്ട. അത് അലാക്കിന് വലിയ മടിയും കാണാൻ ഇതിനെക്കാട്ടി വലിയ മടയാണ്. സംഭവം എന്താ വെച്ചാല് റോഡ് പണി ഫുള്ള് ക്ലിയർ ചെയ്തു. ഇത് പൈപ്പിന്റെ പ്രശ്നമാണെന്നാണ് ജനങ്ങൾ മൊത്തം പറഞ്ഞത്. കാരണം റോഡ് പണി ഈ പ്രാവശ്യത്തെ റോഡ് പണി കാര്യം ചെയ്യട്ടെ നല്ല ഹൈ പവറിലുള്ള പണിയാണ്. ആരും ഒരു കുറ്റം പഠിച്ചിട്ടില്ല. ഈ പൈപ്പ് ലൈൻ അന്നേരം എല്ലാവരും അഭിപ്രായമുണ്ട്. അവസാനം കർമ്മൂജി പട്ടോണ്ട് പൈപ്പ് ഇട്ടതാണെന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു. കർമ്മൂജി പട്ടോണ്ട് ഇട്ടതാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ അറിഞ്ഞത്. അതൊക്കെ എന്തോ ആവട്ടെ, ഈ പണി ഒന്ന് വൃത്തിയായി ചെയ്യാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ വലിയ കൊടുക്കും. അത് മാത്രമല്ല രാത്രി പിന്നെ വാഹനങ്ങൾ വന്ന് കുടുങ്ങിയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ പണി കഴിക്കാൻ പറ്റുന്ന കഴിക്കണം. പകലായതുകൊണ്ട് എല്ലാം വലിയ അപകടം നമുക്ക് നേരിട്ട് കാണാറുണ്ട്. അത് നമ്മളെ രക്ഷപ്പെടുത്തി തന്നിക്കണം. പിന്നെ അത് അദ്വൈച്ച് പെരപ്പണി കരാർ കൊടുത്തേക്ക് ആണ്ട് കരാർ കൊടുത്തുകൊണ്ട് ഓര് പോയി പണിക്കാർ ശ്രദ്ധിച്ചില്ല, പണിക്കാരെ നോക്കിയില്ല. അദ്വൈച്ച് പെരപ്പണി കരാർ കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ദുബായിക്ക് പോയി പണി കഴിഞ്ഞ് എന്നിട്ട് കുടിയിരുന്ന് പെയിന്റ് കട്ടി കുടിയിരുന്നപ്പോ മാളിയമ്മ വിണ്ട് എടുക്കണം. അപ്പൊ എന്താ പണി എടുക്കുന്നത് കമ്പി കുറച്ചതാണ് അദ്വൈച്ച് പെരപ്പണി. എന്നാ മൈക്ക് ഇത് കരാറ് കൊടുത്തിക്കാണ്ട് ഇത് എയർ പൈപ്പ് ഒക്കെ ഇട്ട് പോകണം. ഇതൊരു എയർ പൈപ്പ് കൊന്തോ കുറച്ചൊക്കെ 6 കിലോമീറ്ററിൽ എയർ പൈപ്പ് ഇടണം. നിർബന്ധമില്ല. അപ്പൊ പൊട്ടാതെ ഇനിയിപ്പോ വേറൊന്നും ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഇന്ന് രാത്രി ക്ലിയറാക്കി നോട്ടിക്കോളി. 3 ദിവസത്തിന്റെ ഉള്ളിൽ ഇതേ ബൈക്ക് കൂടെ പൊട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് എന്റെ പട്ടിക്കിടും. 3 ദിവസത്തിന്റെ ഉള്ളിൽ ബഡ് പറയല്ലപ്പാ 3382 പൊട്ടിപ്പോയി പൈപ്പ് ലൈൻ ഇട്ടാൻ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ സ്വന്തം പറയല്ല, ഇവിടെ അഭിപ്രായം ഉണ്ട്. അന്ന് ആയിരക്കണക്കിന് ആൾക്കാരും കാണിച്ചു തരാം. പൊട്ടിയ ആൾക്കാരെ തൊള്ളച്ചോർക്കിന് പൊട്ടും കൂടെ കാണിച്ചു കൊടുക്കാം. ദൂരത്തിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം. നമുക്ക് പറയാനുള്ള എന്താ പൊട്ടിയിട്ട് വെള്ളം നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ആളെ കൂട്ടിയതുകൊണ്ടോ ചാനലിൽ റിപ്പോർട്ട് കൊടുത്തതുകൊണ്ടോ നമുക്ക് ഇതിന് കോൺഫൈ ആവില്ല. ഇന്ന് രാത്രി തന്നെ പറ്റും എന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിന് പറ്റിയ അപകടത്തിൽ ചാടും. വലിയ വണ്ടിക്കാർ അപകടം പറ്റിയ നമ്മൾ ഒറ്റപ്പടി കൂട്ടിയ കാര്യം ഉണ്ടോ അതിന്റെ എങ്ങനെ ഭാഗം ക്ലിയർ ചെയ്യാൻ പറയും. അതാണ് നമ്മൾ ആവശ്യം. അല്ല വേറെ നമുക്ക് ദുരിതാശങ്ങളോ മറ്റുള്ള ഒന്നും ഇല്ല. എന്തായാലും ബന്ധപ്പെട്ട ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ അതിന് എയർ പൈപ്പ് കൊടുത്തില്ല എന്നൊക്കെയാണ്. എയർ പൈപ്പ് ഇല്ല, എയർ പൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഉറപ്പല്ലേ, എല്ലാവർക്കും അറിയുന്ന കേസല്ലേ. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയല്ലോ. ഇവിടെ പൈപ്പിന്റെ പണി എടുക്കുമ്പോൾ പൈപ്പിന്റെ പണിയിട്ട് ആൾക്കാർ ഇവിടെ കണ്ടുന്നവരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പറഞ്ഞ് അന്നേ പറഞ്ഞ ഒരു വാക്കാണ് അത്. എയർ പൈപ്പോ കാര്യമൊന്നും ഇട്ടിട്ടില്ല. ഇത് ഇനിയും പൊട്ടും പറഞ്ഞു. ആ പൊട്ടനെയാണ് ഇപ്പൊ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കണക്കല്ല ഇതൊന്നല്ല പൊട്ടി. ഇനി താഴെ കണ്ടിറങ്ങി അവിടെയൊക്കെ പൊട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞാൽ എന്താ പറയാ പണിക്കാരോട്, ഇതിന് മേലെ റൂം എടുത്ത് നിന്നോളി. നിങ്ങൾക്ക് ഇനി വേറൊരു പണി ഏറ്റെടുക്കേണ്ടി വരില്ല. ഈ പഞ്ചായത്തിലെ പണി തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് കാലവർഷം ഇല്ലാതെ പണിയെടുക്കാൻ റൂം എടുത്ത് നിന്നോളി നേരെ പറഞ്ഞതാണ് അവരോട്. ഓണങ്ങൾ പുറത്തേക്ക് പോകാൻ. പ്രിയമുള്ളവരെ, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ ഇത് പകൽ ടൈം ആയതുകൊണ്ട് ആരും ഈ കുയിൽ വന്ന് വീണില്ല. അല്ലെങ്കിൽ വല്ല ബൈക്കോ മറ്റുണ്ട്. ബൈക്ക് വേണ്ട ഏതൊരു വാഹനമാണ് ഈ കുണ്ടിലേക്ക് വീലിറങ്ങിക്കഴിഞ്ഞാൽ തലകുത്തി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഒരുപാട് ദൂരെയായിട്ട് ഇവിടെ എയർ ഒഴിവായി പോകാനുള്ള സംവിധാനങ്ങൾ ഇതിന് കൊടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ സത്യാവസ്ഥ, അതിന്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും നമുക്ക് മറ്റുള്ള ജനങ്ങളിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഫസ്റ്റ് പൊട്ട് സംഭവിച്ചിട്ടുള്ളത് മേൽഭാഗത്താണ്. അത് കൽപ്പഞ്ചേരി അങ്ങാടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ. ഇവിടെ ചെറിയ ഒരു പൊട്ടാണ്, വിള്ളലാണ് വന്നിട്ടുള്ളത്. എങ്കിലും ഇതിൻ്റെ ഇരു സൈഡിലുമായിട്ട് അതിൻ്റെ വിള്ളലുകൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നതാണ്. ഇനി നേരെ താഴെ കാണുന്ന ആ കാറിൻ്റെ അപ്പുറമായിട്ടാണ് ആ വലിയ പൊട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ റോഡിൽ പ്രത്യക്ഷപ്പെട്ട ഗുഹയാണ്. അത്രമാത്രം വലുപ്പത്തിലാണ്. ഏകദേശം ഒരു 5-6 അടി നീളത്തിലുണ്ട്. ഒരു 2-3 അടി വീതിയിലും
മിനിമം കാണും ഈ ഗുഹ മാത്രം. പിന്നെ ഈ സൈഡൊക്കെ ഉണ്ടായി, റോഡൊക്കെ പൊട്ടിപ്പോയി. നല്ല രീതിയിൽ സുന്ദരമായിട്ട് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന റോഡായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥം എന്നറിയില്ല. എന്തായാലും പൈപ്പ് പൊട്ടിയതാണ് പ്രത്യക്ഷത്തിന് കാരണമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട ആളുകൾ അതിന് വേണ്ട മുൻകരുതലുകൾ നടക്കാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്നാലും പകൽ ടൈം ആയതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന സമയമായതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. പാതിരാ സമയത്താണെങ്കിൽ ഒക്കെ വലിയ വിഷയങ്ങളിലേക്ക് പോകുമായിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് ഇതിന് ഉചിതമായ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ശാശ്വതമായ പരിഹാരമാണ് നമുക്ക് ആവശ്യം. താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇങ്ങനെയൊക്കെയുള്ള വൻ ദുരന്തങ്ങളിലേക്ക് പലപ്പോഴും നമ്മളൊക്കെ എത്തപ്പെടുന്നത്. ഈ ആ വിള്ളൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടങ്ങളിലൊക്കെ വിള്ളൽ നിലനിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മധ്യഭാഗത്തേക്ക്, റോഡിൻ്റെ മധ്യഭാഗമാണ്, ഈ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും അതിൻ്റെ വിള്ളൽ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിശക്തമായ വെള്ളമൊക്കെ ഇവിടെ കണ്ടു. അതിൻ്റെ പാടുകൾ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടങ്ങളിലൊക്കെ ഈ സൈഡിൽ ധാരാളമായിട്ട് വെള്ളം ഒഴുകിപ്പോയതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പ് പൊട്ടിയ സമയത്ത് സംഭവിച്ചതായിരിക്കാൻ പറ്റും.